Namaste children, welcome back to our math class. Today we can continue the same chapter. Chapter 9, how many times? In the last class, we studied multiplication table. Table ഓടിച്ചല്ലേ? അപ്പോൾ നിങ്ങൾ ടേബിൾ 10 വരെ എല്ലാവർക്കും അറിയാമല്ലേ? എന്നാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, any number multiplied by 0 is 0. ഒരു നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്താണ്? 0. Any number multiplied by 0 is 0. ഏതെങ്കിലും ഒരു നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ will be 0. Example, 3 into 0 is 0. 3 into 0, 0. 1 into 0 ആണെങ്കിലോ 1 into 0 is 0. 100 into 0, 0. ഏത് നമ്പറിനെ ആയാലും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്താണ്? 0. Any number multiplied by 0 is 0. Write down in your notebook. Note എന്ന് എഴുതി എഴുതുക. Any number multiplied by 0 is 0. Next, any number multiplied by 1 is the same number itself. ഏതെങ്കിലും ഒരു നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ will be the same number. അപ്പോൾ 13 into 1 is 13. 2 into 1 is 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ തന്നെ കിട്ടും. 2 into 1 is 2. 16 into 1 is 16. അങ്ങനെയാണെങ്കിൽ 51 into 1, yes, 51. 100 into 1, 100 into 1 is 100. ഏതെങ്കിലും ഒരു സംഖ്യയെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ സംഖ്യ തന്നെ കിട്ടും. Write down, note, any number multiplied by 1 is the same number itself. അപ്പം any number multiplied by 1, ഏതെങ്കിലും ഒരു സംഖ്യയെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ is the multiplied by 1 is the same number itself. For example, 13 into 1 30, 2 into 1 2, 16 into 1 16, 51 into 1 51, 100 into 1 100. Write down in your notebook. Then listen. Next, page number workbook page number 48. Questions. First question, 8 into dash equals 80. Second, 9 into 9 equals dash. Next, 4 into dash equals 0. Dash into 3 equals 15. Dash into dash equals 7, 49. Dash into 5 equals 30. Listen. 8 into page number 48 fill in the blanks. 8 into dash equals 80. അപ്പോൾ നമ്മൾ 8ന്റെ ടേബിൾ പറയണം. 8ന്റെ ടേബിൾ പറയുമ്പോൾ എപ്പോഴാണ് 8 വരുന്നത് നോക്കാം. അപ്പോൾ 8 into 1 8, 8 into 2 16, 8 into 3 24, 8 into 4 32, 8 into 5 40, 8 into 6 48, 8 into 7 56, 8 into 8 64, 8 into 7 8 into 8 64, 8 into 9 72, 8 into 10 80. 8 into 10 equals 80. 8നെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 80 കിട്ടുന്നത്? 10 times. Therefore 8 into 10 is 80. Then next question, 9 into table. Sorry, 9 into 9. 9 into 9 എന്ന് പറഞ്ഞാൽ നമ്മൾ 9ന്റെ ടേബിൾ പറയുക അല്ലേ? 9ന്റെ ടേബിൾ പറയുമ്പോൾ 9 into 9 is 81. Then 4നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടും? ഇതാ, yes, 0. 4 into 0 is 0. Next, dash into 3 equals 15. Answer 15 ആണ്. ഒരു നമ്പർ തന്നിട്ടുണ്ട് 3. 3യുടെ ടേബിൾ പറയാം. Into 3 എന്നല്ലേ? അപ്പോൾ 3യുടെ ടേബിൾ പറയാം. How many times 3 is 15? 3 ones are 3, 3 ones are 3, 3 twos are 6, 3 threes are 9, 3 fours are 12, and 3 നമുക്ക് ആൻസർ എത്രയാണ്? 15 ആണ്. 3 5s are 15.
how many times ആണ് 3യുടെ ടേബിൾ എപ്പോഴാണ് 15 വരുന്നത് 5 times. Therefore 5 into 3 is 15. Then next dash into dash equals 49. Dash into dash equals 49. നമ്മുടെ 1 into 49 ആണ്. അതുപോലെ 7ന്റെ ടേബിൾ 7 into 7 equals 49. 7 into 7 equals 49. അപ്പോൾ നമുക്കിവിടെ 1 into 49 എന്നും എഴുതാം. 1 into 49 1 49 എഴുതാം. അതർവൈസ് 7 into 7 ടീച്ചറിവിടെ അതാ എഴുതുന്നത് 7 into 7. അപ്പോൾ നിങ്ങൾ 2 എഴുതിയാലും ആൻസർ തന്നെ ശരിയായിരിക്കും. 1 into 49 is 49. Otherwise 7 into 7 is 49. Next dash into 5 equals 30. ഏതിൻ്റെ ടേബിളാണ് പറയേണ്ടത്? 5ന്റെ ടേബിൾ പറയുമ്പോൾ 5 into 6 5 6 are 30. Write down in your notebook. Then page number 48 workbook page number 48 ഇതിലുള്ള 10 questions ഫോർമാറ്റ് ആയിട്ട് ചെയ്യുക. Then next listen. Next column method. Write down in your notebook column method. Column method multiplication. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ 1 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പഠിച്ചത്. ദെൻ 2 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 1 ഡിജിറ്റ് നമ്പർ. ലിസൺ. First question 22 into 3. This is column method. ഒരു നമ്പറിന്റെ താഴെ അടുത്ത നമ്പർ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് കോളം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യൻ എങ്ങനെ വായിക്കും? 22 then multiplication symbol 3. ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ നമുക്ക് റൈറ്റ് സൈഡിലും ഇടാം ലെഫ്റ്റ് സൈഡിലും ഇടാം. 22 into 3. How we can do this? 22 into 3. നമ്മൾ 2 കൊണ്ട് 3 മൾട്ടിപ്ലൈ ചെയ്യണം. വൺസ് പ്ലേസിൽ ദിസ് ഈസ് വൺസ് പ്ലേസ് ആൻഡ് ദിസ് ഈസ് ടെൻസ് പ്ലേസ്. വൺസ് പ്ലേസിൽ 2 കൊണ്ട് 3 മൾട്ടിപ്ലൈ ചെയ്യണം. ടെൻസ് പ്ലേസിൽ 2 കൊണ്ടും 3 മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് 2 into 3. ഫസ്റ്റ് എന്താണ്? 2 into 3. 2 into 3. 2 into 3 is 3യുടെ ടേബിളാണ് നമ്മൾ പറയേണ്ടത്. 2 into 3 is 6. അപ്പോൾ നേരെ വൺസ് പ്ലേസിൽ നേരെ 6 കിട്ടി അല്ലേ? 2 into 3 is 6. ഇനി നമ്മൾ ടെൻസ് പ്ലേസിൽ 2 ഉണ്ടല്ലോ. ടെൻസ് പ്ലേസിൽ നമ്പർ is 2. Again 2 into 3 is, therefore answer is 22 into 3 is 66. Second question 42 into 2. 42 into 2. How can we do this? 2 കൊണ്ടും 4 കൊണ്ടും 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ ഏതിൻ്റെ ടേബിളാണ് പറയേണ്ടത്? 2ൻ്റെ ടേബിളാണ് പറയേണ്ടത്. അപ്പം 2 ആദ്യം ചെയ്യേണ്ടത് 2 into 2. 2 into 2 is yes 4. 2 into 2 is 4. ഇനി ഏതാ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 4 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 into 2 is 8. Answer is 84. Write down in your notebook these two questions. Then next question. Question number 3. 42 into 3. 42 into 3. Listen. നമ്മൾ 2 കൊണ്ടും 4 കൊണ്ടും 3യെ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതിൻ്റെ ടേബിളാണ് പറയേണ്ടത്? 3യുടെ ടേബിൾ. ഫസ്റ്റ് 2 into 3. ഫസ്റ്റ് 2 into 3. 2 into 3 is 6. നമ്മൾ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 into 3 is 12. 4 into 3 is 12. 12ൻ്റെ നമ്മുടെ ഈ 4ൻ്റെ നേരെ താഴെ എഴുതുക. 4ൻ്റെ നേരെ താഴെ 2. ദെൻ ഇങ്ങോട്ട് മാറ്റി 100 പ്ലേസിൽ 1 പ്ലേസ് 10 പ്ലേസ് 100 പ്ലേസിൽ. Therefore 42 into 3 is 126. Then write down next question. Question number 4. 102 into 3. Question number 4. 102. That means 102. 102 into 3 is the question. അപ്പോൾ നമുക്കിവിടെ 3 ഡിജിറ്റ് നമ്പറിനെ ഒരു 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വൺസ് പ്ലേസിലെ നമ്പർ
2, tens place 0, 100 place 1. അപ്പം നമ്മൾ 2 കൊണ്ടും 0 കൊണ്ടും 1 കൊണ്ടും 3 എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ ഏതിൻ്റെ ടേബിളാണ് പറയേണ്ടത്? 3യുടെ ടേബിൾ. യെസ്, ലിസൺ. ഫസ്റ്റ് 2 into 3. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഏതാ? 2 into 3. 2 into 3 is 6. Then 0 into 3. 0 into 3. ഒരു ഏത് സംഖ്യ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ വിൽ ബി 0. അപ്പം 0 into 3 is 0. നേരെ ഈ 0യുടെ നേരെ താഴെ 0 into 3 is 0. Then 100 പ്ലേസിൽ ഏതാ? 1. Then 1 into 3. 1 into 3 is 3. Answer is 306. ഒന്നുകൂടി. ഫസ്റ്റ് 2 into 3 6. Then 0 into 3 0. 1 into 3 is 3. Okay, write down. Next question. Question number 5. 81 into 81. Next question 81 into 81. ഒരു 2 digit നമ്പറിനെ 2 digit നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ 1 കൊണ്ട് 81നെ മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ നോക്കാം? 1 into 1 1. 1 into 1 is 1. ഇത് 1's place 10's place. 1's പ്ലേസിലെ 1 കൊണ്ട് നമ്മൾ 1നെ മൾട്ടിപ്ലൈ ചെയ്തു 1. Then 10's പ്ലേസിൽ ഏത് നമ്പറാ? 8. 8 into 1. 8 into 1 is 8. Okay. Then നമ്മൾ 1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞു. Then ഈ നമ്പർ this 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 into 1. 1 into 1 is 1 into 1 is 1. ഈ 1ൻ്റെ നേരെ താഴെ 1 into 1 is 1. Then 8 into 1 is 8. 8 into 1 is 8. ഇനി നമ്മൾ ആഡ് ചെയ്യുക. അഡീഷൻ. സിമ്പിൾ ഇടേണ്ട കാര്യമില്ല, അഡീഷൻ ആണെന്ന് ഓർമ്മിക്കുക. 1 ഇവിടെ 1's place നമ്പർ ഒന്നുമില്ല. Then 1. 8 plus 1 is 9. Then 8. 891 is the answer. Write down. One more question. (42 into 21). 42 into 21. Listen. 42 into 21. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 42 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് 42 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് 2 into 1. ആദ്യം നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 42നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിന് എന്താ ചെയ്യേണ്ടത്? 2 into 1 yes 2. Then 4 into 1 4. Once more 2 into 1 is 2. 4 into 1 is 4. Then we multiplied this 42 by this 2. 2 കൊണ്ട് multiply ചെയ്യാം. 2 into 2 is 4. ഈ 2ന്റെ നേരെ കാരണം ഈ 2 കൊണ്ടല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം 2 into 2 is 4. നേരെ താഴെ എഴുതുന്നു 4. Then 4 into 2. 4 into 8 100 പ്ലേസിൽ. അപ്പം 2 4 plus 4 8. Then 8. 882 is the answer. Okay. Then page number 50 in your workbook. Column method എല്ലാ ക്വസ്റ്റ്യൻസും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. Column method there we have 12 questions. Do it as a homework. Then next page number 51. Page number 51. Number multiplication fact that we will discuss in the next class. Okay, thank you.